ഹലോ ഫ്രണ്ട്സ്, GK മലയാളത്തിലേക്ക് സ്വാഗതം. 2025 ഏപ്രിൽ 13 മുതൽ 19 വരെയുള്ള ആനുകാലിക വിവരങ്ങൾ. കേരള മുഖ്യമന്ത്രിയായി ഏറ്റവും കൂടുതൽ കാലം അധികാരത്തിലിരുന്നവരിൽ രണ്ടാം സ്ഥാനത്ത് എത്തിയത് ആര്? കേരള മുഖ്യമന്ത്രിയായി ഏറ്റവും കൂടുതൽ കാലം അധികാരത്തിലിരുന്നവരിൽ രണ്ടാം സ്ഥാനത്ത് എത്തിയത്. ഉത്തരം: നിലവിലെ മുഖ്യമന്ത്രി പിണറായി വിജയൻ. ഏറ്റവും കൂടുതൽ കാലം കേരള മുഖ്യമന്ത്രിയായി അധികാരത്തിലിരുന്നത് EK നായനാർ. കേരളത്തിൽ ഏറ്റവും കൂടുതൽ കാലം തുടർച്ചയായി മുഖ്യമന്ത്രി പദത്തിൽ ഇരുന്നതും പിണറായി വിജയനാണ്. രണ്ടാം സ്ഥാനത്ത് C. അച്യുതമേനോൻ. മികച്ച ക്ഷയരോഗ നിവാരണ പ്രവർത്തനങ്ങൾക്കുള്ള ദേശീയ പുരസ്കാരം ലഭിച്ച സംസ്ഥാനം ഏത്? മികച്ച ക്ഷയരോഗ നിവാരണ പ്രവർത്തനങ്ങൾക്കുള്ള ദേശീയ പുരസ്കാരം ലഭിച്ച സംസ്ഥാനം. ഉത്തരം: കേരളം. കേരള അഡ്വഞ്ചർ ടൂറിസത്തിന്റെ ബ്രാൻഡ് അംബാസിഡർ ആര്? കേരള അഡ്വഞ്ചർ ടൂറിസത്തിന്റെ ബ്രാൻഡ് അംബാസിഡർ. ഉത്തരം: PR ശ്രീജേഷ്. മുൻ ഹോക്കി താരം PR ശ്രീജേഷ് ആണ് കേരള അഡ്വഞ്ചർ ടൂറിസത്തിന്റെ ബ്രാൻഡ് അംബാസിഡർ. 2020 ടോക്കിയോ ഒളിമ്പിക്സിലും 2024 നടന്ന പാരീസ് ഒളിമ്പിക്സിലും PR ശ്രീജേഷ് ഉൾപ്പെട്ട ഇന്ത്യൻ ഹോക്കി ടീം വെങ്കലം നേടിയിരുന്നു. 2 ഒളിമ്പിക്സ് മെഡൽ നേടിയ ആദ്യ മലയാളിയാണ് PR ശ്രീജേഷ്. 2025 ഗോൾഡൻ ജൂബിലി ആഘോഷിക്കുന്ന ഇന്ത്യയുടെ ഉപഗ്രഹ വിക്ഷേപണം ഏത്? 2025 50ാമത് വാർഷികം ആഘോഷിക്കുന്ന ഇന്ത്യയുടെ ഉപഗ്രഹ വിക്ഷേപണം. ഉത്തരം: ആര്യഭട്ട. 1975 ഏപ്രിൽ 19 ഇന്ത്യയുടെ ആദ്യത്തെ കൃത്രിമ ഉപഗ്രഹമായ ആര്യഭട്ട വിക്ഷേപിച്ചത്. റഷ്യയുടെ ആസ്ട്രാഖാൻ ഒബ്ലാസ്റ്റിലെ കപുസ്റ്റിൻ വിക്ഷേപണ കേന്ദ്രത്തിൽ നിന്ന് 1975 ഏപ്രിൽ 19 USSRന്റെ കോസ്മോസ് 3 റോക്കറ്റിൽ ആര്യഭട്ട വിക്ഷേപിച്ചത്. കേരളത്തിലെ ആദ്യ സ്കൈ ഡൈനിങ് ആരംഭിച്ച ജില്ല ഏത്? കേരളത്തിലെ ആദ്യത്തെ സ്കൈ ഡൈനിങ് ആരംഭിച്ച ജില്ല. ഉത്തരം: കാസർഗോഡ്. കാസർഗോഡ് ബേക്കൽ ബീച്ചിലാണ് 12 പേർക്ക് ഇരിക്കാവുന്ന സ്കൈ ഡൈനിങ് സൗകര്യം ഒരുക്കിയിരിക്കുന്നത്. ഇന്റർനാഷണൽ ബുക്കർ പ്രൈസിന്റെ പ്രാഥമിക പട്ടികയിൽ ഉൾപ്പെട്ട കന്നഡ എഴുത്തുകാരി ബാനു മുഷ്താഖിന്റെ ചെറുകഥാ സമാഹാരത്തിന്റെ പേര്. ഇന്റർനാഷണൽ ബുക്കർ പ്രൈസിന്റെ പ്രാഥമിക പട്ടികയിൽ ഉൾപ്പെട്ട കന്നഡ എഴുത്തുകാരി ബാനു മുഷ്താഖിന്റെ ചെറുകഥാ സമാഹാരം. ഉത്തരം: ഹാർട്ട് ലാമ്പ്. ദീപ ബാസ്തിയാണ് ഹാർട്ട് ലാമ്പ് എന്ന ചെറുകഥാ സമാഹാരം ഇംഗ്ലീഷിലേക്ക് മൊഴിമാറ്റം നടത്തിയത്. ഇംഗ്ലീഷിലേക്ക് മൊഴിമാറ്റം ചെയ്യപ്പെട്ട കൃതികൾക്കാണ് ഇന്റർനാഷണൽ ബുക്കർ പ്രൈസ് ലഭിക്കുന്നത്. അന്താരാഷ്ട്ര ബുക്കർ പ്രൈസിന്റെ ചുരുക്കപ്പട്ടികയിൽ ഇടം നേടുന്ന ആദ്യത്തെ കന്നഡ കൃതിയാണ് ബാനു മുഷ്താഖിന്റെ ഹാർട്ട് ലാമ്പ് എന്ന ചെറുകഥാ സമാഹാരം. അടുത്തിടെ കേരളത്തിൽ നിന്നും ഭൗമസൂചിക പദവി ലഭിച്ച ഉൽപ്പന്നങ്ങൾ. അടുത്തിടെ കേരളത്തിൽ നിന്നും ഭൗമസൂചിക പദവി ലഭിച്ച ഉൽപ്പന്നങ്ങൾ. ഉത്തരം: കണ്ണാടിപ്പായ, തലനാടൻ ഗ്രാമ്പു. ഭൗമസൂചിക പദവി ലഭിച്ച കേരളത്തിലെ ആദ്യത്തെ ആദിവാസി കരകൗശല ഉൽപ്പന്നമാണ് കണ്ണാടിപ്പായ. കോട്ടയം മീനച്ചിൽ താലൂക്കിലെ തലനാട് പഞ്ചായത്തിൽ കൃഷി ചെയ്യുന്ന ഗ്രാമ്പുവിനാണ് അടുത്തിടെ ഭൗമസൂചിക പദവി ലഭിച്ചത്. പൂർണ്ണമായും സ്ത്രീകൾ മാത്രം പങ്കാളികളായ ബ്ലൂ ഒറിജിന്റെ NS-31 ദൗത്യം വിക്ഷേപിച്ചത് എന്ന്? പൂർണ്ണമായും സ്ത്രീകൾ മാത്രം പങ്കാളികളായ ബ്ലൂ ഒറിജിന്റെ NS-31 ദൗത്യം വിക്ഷേപിച്ചത് 2025 ഏപ്രിൽ 14. പൂർണ്ണമായും സ്ത്രീകൾ മാത്രം പങ്കാളികളായ ആദ്യത്തെ ദൗത്യമാണ് ഇത്. 6 വനിതകളാണ് ഈ ദൗത്യത്തിന്റെ ഭാഗമായത്. കേരളത്തിലെ ആദ്യ ബാറ്ററി എനർജി സ്റ്റോറേജ് പദ്ധതി സ്ഥാപിതമാവുന്നത് എവിടെയാണ്? കേരളത്തിൽ ആദ്യ ബാറ്ററി എനർജി സ്റ്റോറേജ് പദ്ധതി സ്ഥാപിതമാവുന്നത്. ഉത്തരം: കാസർഗോഡ്. കാസർഗോഡ് ജില്ലയിലെ മയിലാട്ടി എന്ന സ്ഥലത്താണ് കേരളത്തിന്റെ ആദ്യത്തെ ബാറ്ററി എനർജി സ്റ്റോറേജ് പദ്ധതി സ്ഥാപിതമാവുന്നത്. 2025 ഏപ്രിലിൽ അന്തരിച്ച തെലുങ്കാനയുടെ വൃക്ഷമനുഷ്യൻ എന്നറിയപ്പെടുന്ന വ്യക്തി ആര്?
2025 ഏപ്രിലിൽ അന്തരിച്ച തെലുങ്കാനയുടെ വൃക്ഷമനുഷ്യൻ എന്നറിയപ്പെടുന്ന വ്യക്തി. ഉത്തരം ദാരിപ്പള്ളി രാമയ്യ. 2025 മൈക്രോസോഫ്റ്റ് രൂപീകൃതമായതിന്റെ എത്രാമത് വാർഷികമാണ് ആഘോഷിക്കുന്നത്? 2025 മൈക്രോസോഫ്റ്റ് രൂപീകൃതമായതിന്റെ എത്രാമത് വർഷമാണ് ആഘോഷിക്കുന്നത്? ഉത്തരം 50 വർഷം. 1975 ഏപ്രിൽ 4-നാണ് മൈക്രോസോഫ്റ്റ് കമ്പനിക്ക് തുടക്കം കുറിച്ചത്. ബിൽ ഗേറ്റ്സ്, പോൾ അലൻ എന്നിവരാണ് മൈക്രോസോഫ്റ്റിന്റെ സ്ഥാപകർ. മൈക്രോസോഫ്റ്റിന്റെ നിലവിലെ സിഇഒയും ചെയർമാനുമാണ് സത്യ നാദല്ല. സംസ്ഥാനത്ത് 2025 സുവർണ ജൂബിലി ആഘോഷിക്കുന്ന മരുന്ന് നിർമ്മാണ പൊതുമേഖലാ സ്ഥാപനം ഏത്? കേരളത്തിൽ 2025 സുവർണ ജൂബിലി ആഘോഷിക്കുന്ന മരുന്നു നിർമ്മാണ പൊതുമേഖലാ സ്ഥാപനം. ഉത്തരം കേരള ഡ്രഗ്സ് ആൻഡ് ഫാർമസ്യൂട്ടിക്കൽ ലിമിറ്റഡ്. ആസ്ഥാനം ആലപ്പുഴ ജില്ലയിലെ കലവൂർ. 1974 മുഖ്യമന്ത്രി സി അച്യുതമേനോനാണ് കേരള ഡ്രഗ്സ് ആൻഡ് ഫാർമസ്യൂട്ടിക്കൽ ലിമിറ്റഡ് ഉദ്ഘാടനം ചെയ്തത്. ഭൂമിയിൽ നിന്ന് 37 കോടി കിലോമീറ്റർ അകലെ സ്ഥിതി ചെയ്യുന്ന സ്വർണവും ഇരുമ്പും നിക്കലും അടങ്ങിയ ചിഹ്നഗ്രഹം ഏത്? ഭൂമിയിൽ നിന്ന് 37 കോടി കിലോമീറ്റർ അകലെ സ്ഥിതി ചെയ്യുന്ന സ്വർണവും ഇരുമ്പും നിക്കലും അടങ്ങിയ ചിഹ്നഗ്രഹം. ഉത്തരം സൈക്കി. സൈക്കി തുരുമ്പെടുക്കുന്നുണ്ടെന്ന് ലോകത്തിലെ ഏറ്റവും കരുത്തുറ്റ ബഹിരാകാശ ടെലസ്കോപ്പായ ജെയിംസ് വെബ് അടുത്തിടെ റിപ്പോർട്ട് ചെയ്തതിനെ തുടർന്നാണ് ഇത് വാർത്തയായത്. സംസ്ഥാനത്ത് പോക്സോ കേസുകൾ കൂടിവരുന്ന സാഹചര്യത്തിൽ സ്കൂൾ കുട്ടികൾക്ക് ലൈംഗിക വിദ്യാഭ്യാസം നൽകാൻ കേരള സർക്കാർ ആരംഭിക്കുന്ന പദ്ധതിയുടെ പേര്? സംസ്ഥാനത്ത് പോക്സോ കേസുകൾ കൂടിവരുന്ന സാഹചര്യത്തിൽ സ്കൂൾ കുട്ടികൾക്ക് ലൈംഗിക വിദ്യാഭ്യാസം നൽകാൻ കേരള സർക്കാർ ആരംഭിക്കുന്ന പദ്ധതി പ്രൊജക്റ്റ് എക്സ്. ഉത്തരം പ്രൊജക്റ്റ് എക്സ്. അടുത്തിടെ ഹിമപ്പുലിയെ ദേശീയ ചിഹ്നമായി ഔദ്യോഗികമായി പ്രഖ്യാപിച്ച രാജ്യം ഏത്? ഹിമപ്പുലിയെ ദേശീയ ചിഹ്നമായി ഔദ്യോഗികമായി പ്രഖ്യാപിച്ച രാജ്യം. ഉത്തരം കിർഗിസ്ഥാൻ. 2025 ഇന്ത്യയിൽ നടക്കുന്ന അന്താരാഷ്ട്ര ജാവലിൻ ത്രോ മത്സരത്തിന് നൽകിയിരിക്കുന്ന പേര്? 2025 ഇന്ത്യയിൽ നടക്കുന്ന അന്താരാഷ്ട്ര ജാവലിൻ ത്രോ മത്സരത്തിന് നൽകിയിരിക്കുന്ന പേര്? ഉത്തരം നീരജ് ചോപ്ര ക്ലാസിക്. 2025 ഏപ്രിലിൽ അന്തരിച്ച ചെമ്മീൻ സിനിമയുടെ സഹസംവിധായകൻ ആര്? 2025 ഏപ്രിലിൽ അന്തരിച്ച ചെമ്മീൻ സിനിമയുടെ സഹസംവിധായകൻ. ഉത്തരം TK വാസുദേവൻ. ഇന്ത്യയിൽ ഏറ്റവും ഉയർന്ന അലൂമിനിയം നിക്ഷേപം കണ്ടെത്തിയ ജില്ല ഏത്? ഇന്ത്യയിൽ ഏറ്റവും ഉയർന്ന അലൂമിനിയം നിക്ഷേപം കണ്ടെത്തിയ ജില്ല. ഉത്തരം കാസർഗോഡ്. കാസർഗോഡ് ജില്ലയിലെ കാറഡുക്ക എന്ന സ്ഥലത്താണ് ഇന്ത്യയിൽ ഏറ്റവും ഉയർന്ന അലൂമിനിയം നിക്ഷേപം കണ്ടെത്തിയത്. 2025 ഏപ്രിലിൽ ശ്രീലങ്കയുടെ പരമോന്നത ബഹുമതിയായ മിത്രഭൂഷൺ പുരസ്കാരത്തിന് അർഹനായത് ആര്? 2025 ഏപ്രിലിൽ ശ്രീലങ്കയുടെ പരമോന്നത ബഹുമതിയായ മിത്രഭൂഷൺ പുരസ്കാരത്തിന് അർഹനായത്. ഉത്തരം പ്രധാനമന്ത്രി നരേന്ദ്രമോദി. നിലവിൽ ശ്രീലങ്കയുടെ പ്രസിഡന്റ് അനുരാഗ് കുമാര ദിസനായകെ. പ്രധാനമന്ത്രി ഹരിണി അമരസൂര്യ. 2025 50ാമത് ചരമവാർഷികം ആചരിക്കപ്പെടുന്ന മലയാള കവിയും ഗാനരചയിതാവുമായ വ്യക്തി ആര്? 2025 50ാമത് ചരമവാർഷികം ആചരിക്കപ്പെടുന്ന മലയാള കവിയും ഗാനരചയിതാവുമായ വ്യക്തി. ഉത്തരം വയലാർ രാമവർമ്മ. അടുത്തിടെ പുരാവസ്തു ഗവേഷകർ നടത്തിയ ഖനനത്തിൽ മഹാശില നിർമ്മിതികൾ കണ്ടെത്തിയ കേരളത്തിലെ പ്രദേശം ഏത്? അടുത്തിടെ പുരാവസ്തു ഗവേഷകർ നടത്തിയ ഖനനത്തിൽ മഹാശില നിർമ്മിതികൾ കണ്ടെത്തിയ കേരളത്തിലെ പ്രദേശം മലമ്പുഴ. ഉത്തരം പാലക്കാട് ജില്ലയിലെ മലമ്പുഴ. കൃത്യമായ വിളവിവരങ്ങൾ ശേഖരിക്കുന്നതിനായി കേന്ദ്ര സർക്കാർ ആരംഭിച്ച സംവിധാനം? കൃത്യമായ വിളവിവരങ്ങൾ ശേഖരിക്കുന്നതിനായി കേന്ദ്ര സർക്കാർ ആരംഭിച്ച സംവിധാനം ഡിജിറ്റൽ ക്രോപ്പ് സർവേ.
2025 ഏപ്രിലിൽ അന്തരിച്ച സാമൂതിരി. 2025 ഏപ്രിലിൽ അന്തരിച്ച സാമൂതിരി. ഉത്തരം KC ഉണ്ണിയനുജൻ രാജ. കേരളത്തിലെ ആദിവാസി ഊരുകളിൽ സർവേ നടത്തി മൺമറയാൻ സാധ്യതയുള്ള കലാരൂപങ്ങൾ കണ്ടെത്തി പ്രൊഫഷണൽ പ്രോഗ്രാമാക്കാൻ കുടുംബശ്രീ ആരംഭിക്കുന്ന പദ്ധതിയുടെ പേര്. കേരളത്തിലെ ആദിവാസി ഊരുകളിൽ സർവേ നടത്തി മൺമറയാൻ സാധ്യതയുള്ള കലാരൂപങ്ങൾ കണ്ടെത്തി പ്രൊഫഷണൽ പ്രോഗ്രാമാക്കാൻ കുടുംബശ്രീ ആരംഭിക്കുന്ന പദ്ധതി ജൻഗൽസ് പദ്ധതി. വയനാട്ടിലെ ഗോത്രവിഭാഗമായ പണിയരുടെ ഭാഷയിൽ ഗൽസ് എന്ന വാക്കിന്റെ അർത്ഥം ഉത്സവം എന്നാണ്. ജനങ്ങളുടെ ഉത്സവം എന്നർത്ഥം വരുന്ന ജൻഗൽസ് എന്നാണ് പദ്ധതിക്ക് പേരിട്ടിരിക്കുന്നത്. സ്വാതന്ത്ര്യത്തിനു ശേഷം ഇന്ത്യയിൽ ആദ്യമായി ശാസ്ത്രനയം നടപ്പിലാക്കിയ സംസ്ഥാനം ഏത്? സ്വാതന്ത്ര്യത്തിനു ശേഷം ഇന്ത്യയിൽ ആദ്യമായി ശാസ്ത്രനയം നടപ്പിലാക്കിയ സംസ്ഥാനം. ഉത്തരം കേരളം. 1974 ശ്രീ അച്യുതമേനോൻ മുഖ്യമന്ത്രിയായിരിക്കുന്ന കാലത്താണ് ശാസ്ത്രനയം കൊണ്ടുവന്നത്. 2026-27 അധ്യയന വർഷം മുതൽ 1-ാം ക്ലാസ് പ്രവേശനത്തിന് 6 വയസ്സ് ആക്കുവാൻ തീരുമാനിച്ച സംസ്ഥാനം ഏത്? 2026-27 അധ്യയന വർഷം മുതൽ 1-ാം ക്ലാസ് പ്രവേശനത്തിന് 6 വയസ്സ് ആക്കുവാൻ തീരുമാനിച്ച സംസ്ഥാനം. ഉത്തരം കേരളം. MTയോടുള്ള ആദരസൂചകമായി സുഭാഷ് ചന്ദ്രൻ എഴുതിയ പുസ്തകത്തിന്റെ പേര്. MTയോടുള്ള ആദരസൂചകമായി സുഭാഷ് ചന്ദ്രൻ എഴുതിയ പുസ്തകം. ഉത്തരം എംടിത്തം. 2025 നീതി ആയോഗിന്റെ ധനകാര്യ ആരോഗ്യ സൂചികയിൽ 1-ാം സ്ഥാനം നേടിയ സംസ്ഥാനം ഏത്? 2025 നീതി ആയോഗിന്റെ ധനകാര്യ ആരോഗ്യ സൂചികയിൽ 1-ാം സ്ഥാനം നേടിയ സംസ്ഥാനം. ഉത്തരം ഒഡീഷ്യ. കേരളം 15-ാം സ്ഥാനത്ത്. 2025 പുരുഷ ഏഷ്യാകപ്പ് ഹോക്കി ചാമ്പ്യൻഷിപ്പിന്റെ വേദി എവിടെയാണ്? 2025 പുരുഷ ഏഷ്യാകപ്പ് ഹോക്കി ചാമ്പ്യൻഷിപ്പിന്റെ വേദി ബീഹാറിലെ രാജ്ഗിർ.